കൽപ്പിച്ചിടുന്നു. എല്ലാം എനിക്കാശീർവാദം എന്തോ നീ കൽപ്പിച്ചിടുന്നു. എല്ലാം എനിക്കാശീർവാദം. തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ പരിമല സെമിനാരിയുടെ മാനേജർ എൽദോസ് അച്ഛൻ, അസിസ്റ്റൻ്റ് മാനേജർമാരായ മത്തായിക്കുട്ടി അച്ഛൻ, ജേർണച്ചൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, ഈ വെള്ളിയാഴ്ച ദിവസം പകൽക്കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ പരിശുദ്ധൻ്റെ ദ്രവത്വം കാണാത്ത അസ്ഥിത്തറയോട് ചേർന്ന് ഈ ദേവാലയത്തിൽ തിരുവചനം ശ്രവിക്കുവാനും ധ്യാനിപ്പാനും മനനം ചെയ്യുവാനും പരിശുദ്ധാത്മ നിയോഗത്താൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമായി ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. 2026 എന്ന വർഷം നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കുക. പുതിയ പ്രതീക്ഷകളുമായി കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പരാജയങ്ങളും ബലഹീനതകളുമൊക്കെ മാറ്റി പുതിയ പ്രതീക്ഷയുടെ നാമ്പുകളാണല്ലോ ഓരോ വർഷവും ആരംഭിക്കുന്നത്. നമുക്ക് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതിന് സമാനമായ ഒരു കാലഘട്ടമുണ്ട്. ജൂൺ ആദ്യം സ്കൂൾ തുറക്കുമ്പോൾ നമ്മളിൽ പലരെങ്കിലും വിചാരിക്കും, ഈ വർഷം തൊട്ട് ഞാൻ പഠിക്കും, കഴിഞ്ഞ വർഷത്തെ ഉഴപ്പെല്ലാം മാറ്റിവെക്കും, നല്ല വർണ്ണാഭമായ കടലാസുകൾ കൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ പൊതിയും, നമുക്കിഷ്ടപ്പെട്ട ആളുകളുള്ള നെയിം സ്ലിപ്പുകൾ ഒട്ടിച്ചു വെക്കും, ആദ്യത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വളരെ ആ കോളേജിലെ ഏറ്റവും ടോപ്പർ ആണ് ഞാനെന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂളിലേക്ക് പോകും. ആദ്യത്തെ മാസത്തെ ടെസ്റ്റ് പേപ്പർ കഴിയുമ്പം നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. എന്നാൽ അടുത്ത വർഷം തൊട്ട് ഞാൻ കാണിച്ചു തരാം, എന്തുവായാലും ഈ വർഷം കൂടെ അങ്ങ് പോട്ടെ, ഈ വർഷം സമരമൊക്കെ ആയിരുന്നു, അടുത്ത വർഷം തൊട്ട് ശരിയാക്കാം. ഇതിന് സമാനമാണ് ഓരോ ന്യൂ ഇയറും. ഓരോ ന്യൂ ഇയറിലും പ്രതീക്ഷയുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരു പുതിയ പുത്തൻ പുലരിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യും. പക്ഷേ നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് അതിലെ പ്രധാനമായ ചിന്ത. ഒരു ന്യൂ ഇയർ പുലരിയിൽ ഒരു വൈദികൻ തൻ്റെ ആശ്രമത്തിലെ ശിഷ്യരോട് പറഞ്ഞ സന്ദേശമാണ്, മക്കളെ, ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുക. മരണമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കുറെ കൂടി അടുത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ നീളം കുറഞ്ഞിരിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നീളം കൂട്ടാൻ കഴിയില്ല, പക്ഷെ ആഴം കൂട്ടാൻ സാധിക്കും. ജീവിതത്തിൻ്റെ നീളം കൂട്ടാൻ സാധ്യമല്ല, എന്നാൽ ജീവിതത്തിൻ്റെ എന്ത് കൂട്ടാൻ പറ്റുമെന്ന്? ആഴം കൂട്ടാൻ പറ്റും. എന്താ ഈ നീളവും ആഴവും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ വരെയുള്ള അകലമാണ് ഞാനും ഇതിനും തമ്മിലുള്ള എന്താണ്? നീളം. എന്നാൽ ആഴം ഇതാണോ? അല്ല. നമ്മളൊരു കിണറിൻ്റെ വാതിൽക്കൽ നിന്ന് വെള്ളവും നമ്മളും തമ്മിലുള്ള അകലമാണ് കിണറിൻ്റെ ആഴം. ഈ ആഴവും നീളവും തമ്മിൽ വല്ലാത്ത വ്യത്യാസമുണ്ട്. ആഴങ്ങളിലേക്ക് ജീവിതത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവർ മാത്രമേ, മറ്റുള്ളവരുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ചവർക്ക് മാത്രമേ ജീവിതകാലത്തിന് ശേഷം കഥാവശേഷകരായി തുടരുവാൻ സാധ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ
നമുക്ക് കൂട്ടേണ്ടത് ജീവിതത്തിൻ്റെ നീളമല്ല. ആധുനിക വൈദ്യശാസ്ത്രങ്ങളെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിതത്തിൻ്റെ നീളം കൂട്ടുവാൻ വെമ്പൽ കൊണ്ട് ആശുപത്രികളിൽ നമ്മുടെ അധ്വാനങ്ങൾ മൊത്തവും മുടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് ജീവിതത്തിൻ്റെ നീളം കൂട്ടുവാൻ സാധ്യമായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, എൻ്റെ ജീവിതത്തിൻ്റെ ആഴം ഞാൻ കൂട്ടിയിട്ടുണ്ടോ? ആ ആഴവും പരപ്പും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകട്ടെ എന്ന് ആമുഖമായിട്ട് ആശംസിക്കുകയാണ്. അടിക്കടിയുള്ള ദൈവിക വചനങ്ങൾ കേൾക്കുന്ന നാം 2026 വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച പരിശുദ്ധ ആലയത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഞാൻ ആമുഖമായൊരു വാക്ക് നിങ്ങളോട് ചോദിക്കട്ടെ. എന്തിനാണ് നമ്മൾ ദൈവവചനം അടിക്കടി ശ്രവിക്കുന്നത്? വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചയോടെ നമ്മൾ അടിക്കടി കടന്നു വരുന്ന എന്താണ്? നമ്മുടെ ദേവാലയങ്ങളിൽ പെരുന്നാളിന് പ്രസംഗം, പരുമല ദേവാലയത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗം, ഞായറാഴ്ച നമ്മുടെ അച്ഛൻ്റെ പ്രസംഗം, പ്രാർത്ഥനയോഗത്തിൽ പ്രസംഗം, അർത്തമറിയം സമാജത്തിൽ പ്രസംഗം, എല്ലാം ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. അതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശമൂവേൽ എന്ന ബാലൻ, ആ ബാലൻ ഏലിയുടെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ ഏലിക്ക് മുമ്പാകെ ശുശ്രൂഷ ചെയ്തു പോകുന്ന ആ കാലഘട്ടം. 1-ാം വാക്യം ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്: ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ഈ കാലഘട്ടം. പിന്നെ ആ കാലഘട്ടത്തെ കുറച്ചുകൂടെ ആഴത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞേ, അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഞാനൊരു വാക്കുകൂടി എൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, അതുകൊണ്ട് തന്നെ ദർശനം ഏറെ ഇല്ലായിരുന്നു. പലപ്പോഴും ദൈവീക ദർശനങ്ങൾ കാണുവാൻ യഹോവയുടെ വചനം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, യഹോവയുടെ വചനം ഈ ഭൂമിയിൽ ഇല്ലാത്ത കാലം ഉണ്ടാകരുത്. യഹോവയുടെ വചനം ഈ ഭൂമിയിൽ കേൾക്കപ്പെടാത്ത കാലം ഉണ്ടാകുവാനിടയാകരുത്. ആ വചനമാണ് നമ്മളെ ദൈവിക ദർശനങ്ങൾ കാണുവാൻ പര്യാപ്തരാക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ദൗർഭാഗ്യവശാൽ നമ്മളാരും ദൈവിക ദർശനം കാണാറില്ല. നമ്മൾ എന്തെങ്കിലും സ്വപ്നം കണ്ടാലും വല്ല പേടിപ്പെടുത്തുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ദൈവിക ദർശനങ്ങൾ കാണുവാൻ യഹോവയുടെ വചനം സായുക്തമാക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം നല്ല ദർശനങ്ങളെ കാണുവാൻ, ദൈവവുമായി ചേർന്ന് നിൽക്കുവാൻ വചനം നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ പര്യാപ്തപ്പെടുത്തട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏദനിൽ മനുഷ്യൻ യഹോവയോട് ചേർന്ന് വസിച്ച മനോഹരമായൊരു കാലഘട്ടം. തോട്ടം കാപ്പാൻ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് യഹോവ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരും. ആ തോട്ടത്തിൽ സൃഷ്ടാവ് സൃഷ്ടിയാകുന്ന മനുഷ്യനുമായി തോളോട് തോള് ചേർന്ന് ആ തോട്ടത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് കുശലമൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു. ഒരു തോട്ടക്കാരനെ പോലെ യഹോവയുടെ വചനങ്ങളൊക്കെ അനുസരിച്ച് മനുഷ്യൻ കഴിഞ്ഞപ്പോൾ പാപം അവൻ്റെ ഇടയിൽ വന്നു. അനുസരണക്കേടെന്ന പാപം മനുഷ്യനിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ആ സൗഭാഗ്യത്തിൽ നിന്ന് താഴെ വീണു. അന്നു മുതൽ അവൻ ഈ ഭൂമിയിൽ അവൻ്റെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കുകയാണ് ഇന്ന് വരെ. പക്ഷെ ആ ദൈവവുമായുള്ള ബന്ധം, എന്നോ മുറിഞ്ഞുപോയ ആ ബന്ധം കൂട്ടിച്ചേർക്കുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ മനുഷ്യൻ ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ
വഴിപാടുകളും പ്രാർത്ഥനകളും പദയാത്രകളും പരിശുദ്ധന്റെ സന്നിധിയിലേക്കുള്ള നിങ്ങളുടെ ഇന്നത്തെ കൂടിവരവ് പോലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ഇന്നും ആഗ്രഹിക്കുന്നത് എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പുരാണത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അസാധാരണമാകുന്ന കഴിവുകൾ ഭഗവാനിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ അവൻ പോയി ഒരു കാര്യം ചെയ്യും. എന്തോന്നറിയാമോ? എന്തോ ചെയ്യും? ഭക്ഷണം കഴിക്കും? അല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അസാധാരണമാകുന്ന ദൈവീക കൃപകൾ പ്രാപിക്കുവാൻ അവൻ പോയി എന്തോ ചെയ്യും? തപസ്. നിന്ന് തപസ് ചെയ്തവരുണ്ട്, ഇരുന്ന് തപസ് ചെയ്തവരുണ്ട്, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തവരുണ്ട്. പക്ഷേ പുരാണ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാ തപസ്സും എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത് ഒരു കാര്യത്തിലാണ്. ഒടുവിൽ എല്ലാ തപസ്സും അവസാനിക്കുന്നത് എങ്ങനെ? ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ തപസ്സുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ തപസ് അനുഷ്ഠിക്കുന്ന മനുഷ്യനോട് പറയുന്നത് ഒറ്റ കാര്യം. എന്താണെന്നറിയാമോ? ഒറ്റ കാര്യം. ആര് തപസ് ചെയ്താലും അതിൽ പ്രസാദിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആദ്യം പറയുന്ന കാര്യം ഒറ്റ കാര്യം. എന്താ? മോനെ, മോളെ, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക. അപ്പോഴാണ് ഈ മനുഷ്യൻ ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച്, നാടും വീടും ഉപേക്ഷിച്ച് ഘോര വനാന്തരങ്ങളിൽ ഭക്ഷണമില്ലാതെ ജലപാനമില്ലാതെ അനേകം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നത് ഈ നിനക്ക് വേണ്ടുന്ന വരം ചോദിക്കാൻ പറയുമ്പോൾ. അന്നേരമാണ് ഇവൻ വന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വന്നതിൻ്റെ ലക്ഷ്യം ഭഗവാനോട് പറയുന്നത്. അങ്ങനെ പലരും ഒരുപാട് വരം ചോദിച്ചിട്ടുണ്ട്. ബാലി ചോദിച്ച വരം തനിക്കെതിരെ കടന്നു വരുന്ന തൻ്റെ എതിരാളിയുടെ പകുതി ശക്തി എനിക്ക് കിട്ടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ എതിരെ കടന്നു വന്നാൽ ആ കടന്നു വരുന്ന ആളുടെ പകുതി ശക്തി കൂടി എനിക്ക് വേണം. പിന്നെ ഒരല്പം ബലവും കൂടി മതി അയാളെ കീഴ്പ്പെടുത്താൻ. അയാളെ ഒളിഞ്ഞിരുന്ന് ശ്രീരാമൻ അമ്പ ചെയ്ത് കൊന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ തലങ്ങൾ ഈ വരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പരിമലയാകുന്ന പുണ്യഭൂമി ചവിട്ടി വരുന്ന ഒരു നല്ല ശതമാനം ആളുകളുടെയും ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവിലും ബലഹീനതയിലുമുള്ള പരിശുദ്ധൻ്റെ ഉത്തരവാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മളെല്ലാവരും ഈ സന്നിധിയിലായിരിക്കുക. നമ്മളിവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ. നമ്മളെല്ലാവരും ഓരോ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഉള്ളവരാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പരിമല തിരുമേനിയുമായിട്ട് മധ്യസ്ഥതയൊക്കെ അണച്ച് അല്പം കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോയി ശാന്തമായിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തിൽ പരിശുദ്ധൻ നമ്മുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മളോട് ചോദിക്കുകയാണ്, കുഞ്ഞെ, നിനക്കെന്താണ് വേണ്ടത്? നിന്റെ പള്ളിയിലേക്ക് വരക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ ആധ്യാത്മിക സംഘടനയിലെ പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ സൺഡേ സ്കൂൾ പഠനം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ പോക്കും വരവൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നിനക്ക് വേണ്ടത്? അങ്ങനെ ഒരു ദിവസം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? പോവച്ച. നിങ്ങൾ ചിന്തിക്കും, ഇതിനേക്കാൾ വലിയ പെരുന്നാളിന് വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല, പിന്നാണ് ഇന്ന് ചോദിക്കുന്നതെന്ന്. അല്ല, ഇങ്ങനെ ചോദിക്കാം. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഈ ചോദ്യം അടിക്കടി ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നിനക്കെന്താണ് വേണ്ടുന്നത്? നീ ചോദിച്ചുകൊള്ളുക. അങ്ങനെ ഒരിക്കൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? പണ്ട് ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അച്ഛാ, ഞാനായിട്ട് എന്താ മറുപടി പറയാൻ? മാലാഖയെ കാണാൻ വന്നാൽ പറയും നാളെ പോയിട്ട് വരാമോ? ഞാൻ എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാം. ഞാനായിട്ടൊരു വരം ചോദിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെയല്ല. ഇവിടെ ഈ ചോദ്യത്തിന് നാം ഉത്തരം തേടുകയാണ്.
ധ്യാനാത്മകമായിട്ട് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം. വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള വാക്യം വായിച്ചു. മർക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള വാക്യം. സെബദി പുത്രന്മാർ വായിച്ചു. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരോ, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഈ ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കർത്താവ് സെബദി പുത്രന്മാരോട് ചോദിച്ച ചോദ്യമാണ്. ഗുരോ, ഞങ്ങളൊരു കാര്യം അപേക്ഷിക്കാൻ പോകുന്നു, അത് നീ ഞങ്ങൾക്ക് സാധിച്ചു തരണം. ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഈ സംഭവത്തിന് ആധാരമായ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. ബേത്ലഹേമിലും ബെഥാനിയയിലും ബെത്ഫാഗയിലും ബെഥസ്തയിലും ഒക്കെ തുടങ്ങി യേശുതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര പ്രവർത്തനങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. അവിടെ യെരൂശലേമിന് പുറത്ത് രക്ഷണ്യ പ്രവർത്തനം നിർവഹിച്ച ക്രിസ്തുവും ശിഷ്യന്മാരും യെരൂശലേമിലേക്ക് തിരികെ പോവുകയാണ്. യെരൂശലേമിന്റെ പടിവാതിലുകൾക്ക് അടുത്തെത്തിയപ്പോൾ നമ്മുടെ കർത്താവ് മുമ്പേ നടന്ന് ഒരൽപ്പം നിന്നുകൊണ്ട് പുറകെ വന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നാം യെരൂശലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ അടിക്കുകയും തുപ്പുകയും കൊല്ലുകയും ചെയ്ത് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹത്വത്തിൽ ഇരിക്കും. ഇത് പറഞ്ഞിട്ട് ക്രിസ്തു വീണ്ടും നടന്നു. ഇതിന് ശേഷമാണ് സെബദി മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ കാര്യം ചോദിക്കുന്നത്. ഞങ്ങൾ നിന്നോടൊരു കാര്യം അപേക്ഷിക്കാൻ പോവുകയാണ്, ഞങ്ങൾക്കിതൊന്ന് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞു. എന്താണ് സെബദി മക്കൾ ആയ യാക്കോബ് യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇത് ചോദിക്കാനുള്ള കാരണം? യേശുവിന് എത്ര ശിഷ്യന്മാരാ? ഇവിടെ എത്ര? ഞങ്ങളുടെ അവിടെ 12 ഇല്ലയോ? ഈ 12 ശിഷ്യന്മാരിൽ എന്താണ് യാക്കോബിനും യോഹന്നാനും മാത്രമുള്ള പ്രത്യേകത? അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? യാക്കോബിനും യോഹന്നാനും മാത്രമായിട്ട് ഒരു പ്രത്യേകമായ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? അവർ 12 പേരിൽ പെട്ടവരാണെങ്കിലും അവർ സഹോദരങ്ങളായിരുന്നു, ഒരമ്മ പെറ്റ മക്കളായിരുന്നു. പക്ഷേ ഈ ചോദ്യത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അവർ രണ്ടും മാത്രം വന്ന് ശേഷം 10 പേരില്ലാത്തപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങൾ 2 പേരും നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്, നീ ഞങ്ങൾക്കതൊന്ന് സാധിച്ചു തരണമേ. ഉള്ളിലിരിപ്പ് അറിയുന്ന തമ്പുരാൻ ഒന്നും അറിയാതെ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം മക്കളെ? ഇവരവരുടെ ആവശ്യം നിരത്തി വയ്ക്കുകയാണ്. അവർ പറയുകയാണ്, വായിച്ചു, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ നിന്റെ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ യാചിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിന്റെ മഹത്വത്തിൽ നീ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുവൻ നിന്റെ ഇടത്തും ഒരുവൻ നിന്റെ വലത്തും ഇരിക്കുവാൻ വരം നൽകണമേ എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിന് ചില പ്രത്യേകതയുണ്ട്. യേശു തമ്പുരാൻ പറഞ്ഞു വെച്ചിട്ട് പോവുകയാണ്, നാം യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് മനുഷ്യപുത്രൻ യഹൂദന്മാരാൽ പിടിക്കപ്പെടുകയും അവർ അവനെ അടിക്കുകയും തുപ്പുകയും കൊല്ലുകയും ചെയ്ത് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹത്വത്തിൽ ഇരിക്കും.
ഇതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ചേ. യേശു തമ്പുരാന്റെ ശിഷ്യന്മാർ എത്ര പേരാ? 12. ഈ 12 പേർക്കും ഒരു സ്വഭാവമുള്ളവരാണോ? അല്ല. ഈ 12 പേർക്കും 12 സ്വഭാവം. എന്ത് കാര്യം പറഞ്ഞാലും സംശയമുള്ള ആളുണ്ട്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, ചുമ്മാ അടങ്ങി, ഉയർത്തെഴുന്നേറ്റ് ഞാൻ കണ്ടേ ഇല്ലയോ, മരിച്ചുപോയി. അല്ല, ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ കണ്ട്. ഇല്ല, ഞാൻ കാണാതെ അവൻ്റെ ആണിപ്പാടിൽ കാണുകയും വിലാപ്പുറത്ത് വിരലിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ കണ്ടാലും വിശ്വസിക്കും. ആരാ പറഞ്ഞേ? തോമസ്, നമ്മളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച തോമാശ്ലീഹ. എല്ലാ കാര്യത്തിനും കണക്ക് പറയുന്ന ആളുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ചില അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ടല്ലേ, എല്ലാത്തിനും കണക്കുണ്ട്. ആരാ? എല്ലാ കാര്യത്തിനും കണക്കാ. ആരാ? ഉദാഹരണം പറയാം. യേശു തമ്പുരാൻ ഒരു പ്രമാണിയുടെ വീട്ടിൽ അത്താഴത്തിനിരിക്കുക. ആ വിരുന്നിരുന്നപ്പോൾ ഒരു സ്ത്രീ ഒരു കുടം എണ്ണ ചുമന്നുകൊണ്ട് വന്ന് യേശു തമ്പുരാന്റെ കാൽക്കൽ വെച്ചിട്ട് ആ എണ്ണയും അവളുടെ കണ്ണുനീരും കൂടി കലർന്ന മിശ്രിതം യേശു തമ്പുരാന്റെ കാൽക്കൽ ഒഴിച്ചിട്ട് അവളുടെ തലമുടി കൊണ്ട് കാലെടുത്ത് തുവർത്തുകയാണ്. ശ്രേഷ്ഠമായ ആ ശുശ്രൂഷ കണ്ടിട്ട് എല്ലാ ആൾക്കാരും നെഞ്ചത്ത് കൈവച്ച് നിൽക്കുക. അവൾ കൊണ്ടുവന്ന എണ്ണയുടെ തുക എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷെ സുവിശേഷകൻ എഴുതി വെച്ചിട്ടുണ്ട്, അവൾ അവളുടെ ശരീരം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ തുക ഉപയോഗിച്ച് അവൾ എണ്ണ വാങ്ങി. തൈലത്തിന്റെ വാസന കൊണ്ട് ആ വലിയ വീട് മുഴുവൻ നിറഞ്ഞു. ആ ശുശ്രൂഷ കണ്ട് എല്ലാവരും നെഞ്ചത്ത് കൈവച്ചിരിക്കുക. ഒരാൾ അവിടെ വെച്ച് പറയുകയാണ്, ഈ തൈലത്തിന്റെ വെറും ചെലവ് എന്തിന്? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടായോ? അവൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ സുവിശേഷകൻ വേറെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതാരാ പറഞ്ഞേ? ആരാ? ഇസ്കറിയോത്താ, യൂദ. യൂദ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? യൂദ പറഞ്ഞല്ലോ, ഇത് വിറ്റ് ആൾക്കാർ കൊടുത്താൽ പോരായിരുന്നോ, എന്തിനാ ഇത് കൊണ്ടുവന്ന് ഒഴിച്ച് കളഞ്ഞേന്ന്. ശരിയാണോ തെറ്റാണോ? തെറ്റാ. എന്തോ ശരിയാ. ഇവിടെ അറിയാവുന്നവരുണ്ട്. നമ്മുടെ കാലേ പുരട്ടാൻ എത്ര എണ്ണ വേണം? നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ? നമ്മൾ പലയിടത്തു നിന്ന് വന്നേണ്ട അറിയത്തില്ലായിരിക്കും. ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ എടുക്കും, ഇച്ചിരി ഒഴിക്കും, ഇങ്ങനെ തലയിലും കാലിലൊക്കെ തൊടും. യേശു തമ്പുരാൻ എന്ന മനുഷ്യപുത്രന്റെ കാലിൽ പുരട്ടുവാനുള്ള തൈലം അത്ര. ഇപ്പോൾ ഒരു കുടം എണ്ണ ചുമന്നുകൊണ്ടുവന്ന് അവൾ മുഴുവനും യേശു തമ്പുരാന്റെ കാൽക്കൽ വെച്ച്. പലപ്പോഴും നമ്മളും യൂദായെ പോലെ ഈ പുറമേ ഉള്ളത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ സുവിശേഷകൻ എഴുതി വെച്ചിട്ടുണ്ട്, അവൾ അവളുടെ ശരീരം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ തുക ഉപയോഗിച്ച് തൈലം വാങ്ങിച്ചു. അവൾ കുറച്ച് പൈസയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പാപമോചനം കിട്ടുമായിരുന്നു? ഇല്ല. കാരണം അവൾ അവളുടെ പാപത്തിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം യേശുവിന്റെ കാൽക്കൽ കൊണ്ട് സമർപ്പിച്ചെന്നേ. പിന്നെ അവൾക്ക് സമർപ്പിക്കാനായിട്ടൊന്നുമില്ല. പലപ്പോഴും നമ്മളുടെ സമർപ്പണം എങ്ങനെയാ? പാപം എല്ലാം തുറന്നു പറയത്തില്ല. സത്യകുംഭസാരങ്ങൾ ഇല്ലാത്ത കാലം ഉണ്ടായി വരികയാണ്. മനസ്സ് തുറക്കുന്നില്ല. തമ്പുരാനോട് ഇതാ ഞാനെന്ന് അകത്തളങ്ങളിരുന്ന് ഉള്ളറയിൽ പോലും ഓരോ ദിവസവും തമ്പുരാനോട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് നമ്മളുടെ കിടക്കുകൾ കണ്ണുനീരുകളാൽ നാം നനയ്ക്കുന്നില്ല. പ്രിയമുള്ളവരെ, തുറക്കപ്പെടണം. അവിടെ യൂദ ബാഹ്യമായ കാര്യങ്ങളൊക്കെ കണക്ക് കണ്ടപ്പോൾ സുവിശേഷൻ പറയുകയാണ്, അവളുടെ പാപത്തിൽ നിന്ന് സമ്പാദിച്ചത് മുഴുവനും യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബിനെയും യോഹന്നാനെയും കുറിച്ചാണ്. നമ്മുടെ സ്കൂളിൽ 30 പേരുള്ള ക്ലാസ്സിൽ 30 പിള്ളേരെ എടുത്താൽ 30-നും 30 സ്വഭാവമായിരിക്കും. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുകയും പരീക്ഷയ്ക്ക് തോറ്റുപോവുകയും ചെയ്യുന്ന ഒരു കുട്ടി കാണും. അവനിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അവൻ്റെ ചിന്ത മൊത്തവും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ആയിരിക്കും. അവനങ്ങ് പോകും സ്കൂളിൽ നിന്ന്. എന്നാൽ അല്പം വികൃതിയൊക്കെ കാണിച്ച് എല്ലാ പരീക്ഷയ്ക്കും തട്ടിക്കൂട്ടി ജയിക്കുന്നവൻ കാണും. ഒരു കോമ്പസ് വെച്ച് ആ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും പേര് അതിനകത്ത് എഴുതി വെക്കുന്നവൻ കാണും. 10 വർഷം കഴിഞ്ഞ് വന്നാലും അവൻ പഠിച്ചെന്ന് ആ ബെഞ്ചിൽ കാണും. അവൻ ആരായി കാണുമോ എന്തോ. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. ചോക്കിന് ഏറ് കിട്ടാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരാണല്ലോ നമുക്കുള്ളത്. ഇവിടെ യാക്കോബ് യോഹന്നാനും ഒരല്പം ഇന്റലക്ച്വലാണ്. അവരുടെ ഇടയിൽ ഒരല്പം ചിന്തിക്കുന്നവരാണ്.
യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനവും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമൊക്കെ ഇന്നും പഠനവിധേയമാണ്. അന്ന് നിലനിന്നിരുന്ന ഗ്നോസിസം പോലുള്ള വേദവിപരീതങ്ങൾക്കെതിരെ അക്കാലത്ത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തുവെന്ന് നിസ്സംശയം പറഞ്ഞതാണ് യോഹന്നാൻ ശ്ലീഹ. അവർ ആലോചിച്ചു, യേശു പറയുകയാണ് മഹത്വത്തിൽ ഇരിക്കും. മഹത്വത്തിൽ ഇരിക്കുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള കൺസെപ്റ്റ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അങ്ങനെ നമ്മുടെ ഗുരു മഹത്വത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വലത്തും എൻ്റെ അനുജൻ ഇടത്തും, ബാക്കിയുള്ള 10 പേര് നമ്മുടെ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ മതി. ഞാനും എൻ്റെ സഹോദരനും രക്ഷയ്ക്ക് ഏറ്റവും അരികെ. മറ്റൊരു ഭാഗത്ത് ശ്ലീഹന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു തമ്പുരാൻ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ 2ാമത്തെ എഴുന്നള്ളത്തിൽ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ 12നെയും ന്യായം വിധിക്കും. ന്യായവിധിയുടെ ശ്രേഷ്ഠമായ അവസരം, ശ്രേഷ്ഠമായ വരം അവർക്ക് കൊടുത്ത്. എന്നിരുന്നാലും അവർ പറയുകയാണ്, ഇരിക്കുമ്പോൾ ഒരുവൻ നിന്റെ ഇടത്തും ഒരുവൻ വലത്തും ഇരിക്കുവാൻ അനുവാദം തരണം. മറ്റൊരു സുവിശേഷ ഭാഗത്ത് സെബദിപുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതൊന്ന് സാധിച്ചു തരണം. കുറച്ചുകൂടെ വിശ്വസനീയമാണെന്ന് തോന്നുന്നു. കാരണം കർത്താവിന് അമ്മമാരെ കൂടുതൽ ഇഷ്ടമാണല്ലോ. പലപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും കുഴപ്പം പിടിച്ച കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചോദിക്കത്തില്ല. ഈ ചോദിക്ക കാര്യം ഒരല്പം കുഴപ്പം പിടിച്ചതാണെന്ന് നന്നായിട്ട് സെബദിപുത്രന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളൊരു കാര്യം പറയാൻ പോകുന്നു, അതൊന്ന് സാധിച്ചു തരണമേ എന്ന് അവർ പറഞ്ഞത്. സുവിശേഷ ഭാഗങ്ങളിൽ മറ്റെങ്ങും ഒരു ശിഷ്യനും യേശുതമ്പുരാന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ പോലെ ഗുരുവായിരുന്നപ്പോഴും തമാശകൾ പറഞ്ഞ്, എന്നാൽ അവർക്ക് ഒരു കല്ലേറ് ദൂരെ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മപൂർണനായി ക്രിസ്തു നടക്കുമ്പോൾ അവരുടെ ഇടയിൽ ആമുഖത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ യാക്കോബ് യോഹന്നാനും വന്ന് പറയുകയാണ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് സാധിച്ചു തരണം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കൽ യേശുതമ്പുരാനെ ശമര്യരുടെ പട്ടണത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചിട്ട് 2 ശിഷ്യന്മാർ പോയി പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഇതുവഴി വരുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കണം. എന്നാൽ അവൻ യെരൂശലേമിലേക്കാവുന്നു പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ശമര്യക്കാർ അവനെ കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. അരിശം പൂണ്ട ശ്ലീഹന്മാർ യേശുതമ്പുരാന്റെ അടുക്കൽ വന്ന് യോഹന്നാൻ യേശുവിനോട് പറയുകയാണ്, ആകാശത്ത് നിന്ന് തീയിറക്കി ഈ ശമര്യക്കാരെ മുഴുവനും നശിപ്പിച്ചു കളയണം. നീ ഏതാത്മാവിനാൽ ഇത് പറയുന്നുവെന്ന് നീ അറിയുന്നില്ല എന്ന് പറഞ്ഞ് യേശു അവനെ ശാസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് പറയാൻ പോലും മടിയും ആമുഖവും ഇല്ലാത്ത ശിഷ്യന്മാർ ഇവിടെ വന്ന് പറയുകയാണ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് സാധിച്ചു തരണമേന്ന്. നമ്മുടെ മക്കള് നമ്മുടെ അടുത്ത് വന്നിട്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുക, അമ്മേ ഇന്ന് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഞാൻ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുക, അടുക്കളയിൽ നിൽക്കുമ്പോഴേ, അമ്മയ്ക്ക് എന്തോ പറ്റി, ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നേ, ജോലിയൊക്കെ വേറെ ആരെങ്കിലും ചെയ്തൂടെ, അമ്മ എന്തിനാ എല്ലാ ജോലിയും കൂടെ ചെയ്യുന്നേ? ഇത് പറയുമ്പോഴേ നമ്മുടെ അമ്മമാരെന്തോ പറയും, അയ്യോ എന്തൊരു സ്നേഹം എൻ്റെ മോൻ, അങ്ങനെ പറയോ? ഇല്ല, എന്തോ കാര്യം സാധിക്കാറുണ്ട്. എന്തോടാ കാര്യം പറ. ഇത് തന്നെയാണ് അപ്പന്മാരോടും, എന്തോ കാര്യം സാധിക്കാറുണ്ട്. ഇത് തന്നെയാണ് യാക്കോബ് യോഹന്നാനും പറഞ്ഞത്, ഞങ്ങളൊരു കാര്യം പറയാൻ പോവുക, ഞങ്ങൾക്കതൊന്ന് സാധിച്ചു തരണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ അപജയം ഇത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വരം ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, കുഞ്ഞെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് നീ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ അപജയം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. കാരണം അവർ ചോദിക്കുകയാണ്, ഒരുവൻ നിന്റെ ഇടത്തും ഒരുവൻ വലത്തും ഇരിക്കുവാൻ വരം തരണം. 3 വർഷത്തോളം അല്ലെങ്കിൽ 3.5 വർഷത്തോളം തോളോട് തോള് ചേർന്ന് 12 പേര് രാവും പകലും കർത്താവിൻ്റെ അടുക്കൽ നടക്കുക. പക്ഷെ വരം ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ അനുജനും മാത്രമായി പോയി.
പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ വാതായനങ്ങൾ ഒരല്പം വിസ്തൃതമാക്കാൻ സബദിപുത്രന്മാർ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കരുത്. പലപ്പോഴും ഈ പരിമല എത്തി നിൽക്കുന്ന നമ്മളും നമ്മുടെ ദേവാലയത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾക്കൊക്കെ പ്രാർത്ഥനയുടെ ചില അപജയങ്ങളുണ്ട്. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ മക്കളും, ഞാനും എൻ്റെ അപ്പനും അമ്മയും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ വാതായനങ്ങൾ ഒരല്പം വിസ്തൃതമാക്കട്ടെ. ദി എൻറ്റയർ സാൽവേഷൻ, ആഗോള രക്ഷയാണ്, എല്ലാവരുടെയും രക്ഷയാണ് പൗരസ്ത്യാധ്യാത്മികതയുടെ ചന്തം. പ്രാർത്ഥന ഒരു പ്രത്യേക വ്യക്തിയിലോ പ്രത്യേക ദേവാലയത്തിലോ പ്രത്യേക സമൂഹത്തിലോ കേന്ദ്രീകൃതമല്ല നമ്മുടെ ആരാധന. അതാണ് അതിൻ്റെ ചന്തം. ഒരു 3-4 ദിവസം കൂടി നടക്കുമ്പോൾ ഇവിടെ ഒരു മാമോദീസ നടക്കും. ആരുടെയാണെന്നറിയാമോ? 6-ാം തീയതി ഒരു മാമോദീസയുണ്ട്. ആരുടെയാണെന്നറിയാം? വിളിച്ചില്ലേലും പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ മാമോദീസയാണ്. അവിടെ ഒരു വലിയ ശുശ്രൂഷയുണ്ട്, വെള്ളം വാഴ്വിൻ്റെ ശുശ്രൂഷ. നമ്മളെല്ലാവരുടെയും ദേവാലയത്തിൽ ചെന്നാൽ അതിരാവിലെ ശുശ്രൂഷ ആരംഭിക്കുക. അച്ഛൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കുരിശുകൊണ്ട് അതിൻ്റെ മൂടി മറച്ച് ശുശ്രൂഷ തുടങ്ങുമ്പോൾ കുരിശ് എടുത്തു മാറ്റി വെള്ളം വാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. ഈ വെള്ളം അച്ഛൻ വാഴ്ത്തി നമുക്ക് നൽകും. പക്ഷെ ഈ വെള്ളം വാഴ്വിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയുമോ? മനോഹരോ? നമ്മളേക്ക് ചിന്ത, നമ്മളെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഈ കുപ്പിയിരിക്കുന്ന വെള്ളത്തെ വാഴ്ത്തണമേ എന്നല്ല പറയുന്നേ. അതല്ല ആധ്യാത്മികതയുടെ ചന്തം. പൗരസ്ത്യാധ്യാത്മികതയിൽ ആ വെള്ളം വാഴ്ത്തുമ്പോൾ കാർമികൻ പറയുകയാണ്, ദൈവമേ, ഈ വെള്ളത്തെയും ഭൂമിയിലുള്ള സർവ്വജലാശയങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴയും തോടും സമുദ്രങ്ങളും ആറും എല്ലാം ഈ ശുശ്രൂഷയിൽ വാഴ്ത്തി അനുഗ്രഹിക്കും. കുറച്ചു നാളുകൂടി കഴിയുമ്പോൾ വലിയ നോമ്പിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളൊരു കുരുത്തോലേക്ക് പിടിച്ചുകൊണ്ട് യേശുദമ്പുരാൻ യെരൂശലേമിലേക്ക് പോയതിൻ്റെ, കഴുതക്കുട്ടിമേൽ ഒരു രാജാവിനെ പോലെ കടന്നു വന്നതിൻ്റെ ഓർമ്മയുണർത്തുന്ന ഓശാന ഞായറാഴ്ച നമ്മൾ കടന്നു വരും. അന്ന് പ്രദക്ഷിണത്തിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുരുത്തോല ശുശ്രൂഷൻ വാങ്ങിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? മദ്ബഹായിൽ കൊണ്ടുവന്ന് വിരിച്ചൊരുക്കിയ ഒരു മേശപ്പുറത്ത് വെക്കും. അവിടെ വെച്ചൊരു ശുശ്രൂഷ കാർമികൻ ആരംഭിക്കുക. എന്താണ്? കുരുത്തോല വാഴ്വിൻ്റെ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ ആ കൊമ്പുകൾ കാർമികൻ വാഴ്ത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കൊമ്പുകളെ അനുഗ്രഹിക്കണമേ നല്ല പ്രാർത്ഥന. ദൈവമേ, ഈ കൊമ്പുകളെയും ഇവ വെട്ടിയെടുത്ത വൃക്ഷങ്ങളെയും ഭൂമിയിലുള്ള സർവ വൃക്ഷ സസ്യ ജലാദികളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രക്ഷ ഒന്നിന് മാത്രമല്ല, ഈ ഭൂമിയിൽ എല്ലാവർക്കും രക്ഷ. ഇതാണ് പൗരസ്ത്യ ആധ്യാത്മികതയുടെ ചന്തം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അപജയം എന്താണ്? യാക്കോബിനെയും യോഹന്നാനെയും പോലെയല്ല. ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിങ്ങളുടെ വീടിനും വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയിൽ ന്യൂനതയുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ ഇതിനേക്കാൾ അധികം ആളുകൾ ഉണ്ട്. ഇവിടെ ഒന്ന് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോകുന്ന അനേകരുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി പോകുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവരുണ്ട്. ഇവിടെ വരുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഭവനത്തിലിരുന്ന് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ വാതായനങ്ങൾ വിസ്തൃതമാകട്ടെ. പലപ്പോഴും നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴം കൂട്ടിയിട്ടുള്ളവരുണ്ട്. ഞാൻ ആമുഖവാക്കുകൾ ഓർമ്മിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെയും ആഴം കൂടട്ടെ. ഒരിക്കൽ ക്യാൻസർ ബാധിതനായി ഒരു മനുഷ്യനെ കാണുവാനായിട്ട് ഞാൻ പോയി. 60 വയസ്സ് കഴിഞ്ഞു. കുടലിൽ ക്യാൻസറായിരുന്നു. അങ്ങനെ അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു കുഴപ്പമില്ലാതെ കണ്ടതാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ കണ്ട് കുറച്ചു നേരം മൗനിയായിരുന്നു. വീണ്ടും കുറച്ചേ സംസാരിച്ചുള്ളൂ. ഇത്ര എന്നോട് പറഞ്ഞുള്ളൂ, അച്ഛാ, മരിക്കാൻ എനിക്ക് ഭയമില്ല, മരിക്കുമെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും ഒരാഗ്രഹമുണ്ട്. എന്താണെന്ന് ചോദിച്ചു പറയുകയാണ്, ഒരല്പം
ചോറ് കഴിച്ചിട്ട് മരിക്കണം. 4 ആഴ്ചയായി ജ്യൂസ്, തണ്ണിമത്തൻ, ഓറഞ്ച് പോലുള്ളവ അടിച്ചാണ് കൊടുക്കുന്നത്. കുടൽ എല്ലാം പൊട്ടി, ചോറ് വായിലോട്ട് വെച്ചാൽ അത് ഛർദ്ദിക്കും. അതിയായ ആഗ്രഹം, എനിക്കൊരു വറ്റ ചോറ് കഴിക്കാനുണ്ട്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരു പിടി ചോറ് കഴിച്ചിട്ട് എനിക്ക് മരിക്കണം. എന്ത് വാക്കുകൾ കൊണ്ടാണ് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കരുണയിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ മനുഷ്യൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കും എൻ്റെ മനസ്സിനുണ്ടായിരുന്നതാണ്. എത്രയോ തവണ ഇനി കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ചോറ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര തവണ നമ്മുടെ ചോറിൻ്റെ കലങ്ങൾ നിറഞ്ഞവ ആയിരുന്നിട്ടും അടുക്കളയുടെ പുറകിൽ അത് കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറയുകയാണ്, ഒരു ഉരുള ചോറ് കഴിച്ച് എനിക്ക് ഈ ലോകത്തോട് വിട പറയണം. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6 മാസങ്ങൾക്ക് മുമ്പ് പൂർണ്ണ ആരോഗ്യത്തോടെ സകല സൗഭാഗ്യങ്ങളോടും ജീവിച്ചൊരു മനുഷ്യൻ, ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ജീവിച്ചൊരു മനുഷ്യൻ, 2 മക്കൾ ഗൾഫിലും യൂറോപ്യൻ രാജ്യത്തുമായി ശ്രേഷ്ഠമായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ആയുസ്സിൻ്റെ അവസാന നാളിൽ പറയുകയാണ്, ഒരു പിടി ചോറ് എനിക്ക് കഴിക്കണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ആഴം കൂട്ടാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ആഴം കൂട്ടേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് നാം മാറ്റപ്പെടുന്നുവെന്ന് നാം അറിയുന്നില്ല. എങ്ങനെയാണ് ഈ ലോകത്തോട് നാം വിട പറയുന്നുവെന്ന് അറിയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് നാം പ്രാർത്ഥനയെങ്കിൽ, ആ മനുഷ്യൻ അവസാനം എന്നോട് പറഞ്ഞു വെക്കുകയാണ്, എല്ലാവരും പറയുന്നൊരു വാക്കാണ്, പക്ഷേ കൂടുതൽ ആഴം ആ വാക്കിന് അന്നുണ്ടായിരുന്നു. അച്ഛാ, ഈ അവസ്ഥയിൽ ലോകത്തിൽ നിന്ന് ആരും മാറ്റപ്പെടാതിരിക്കട്ടെ. എനിക്ക് വന്ന ഈ അവസ്ഥയിൽ നിന്ന് ഈ ലോകത്തോടാരും മാറ്റപ്പെടാതെ ഇരിക്കട്ടെ. കാരണം അതിൻ്റെ ആഴവും നോവും അത്രമേൽ ആ മനുഷ്യൻ അറിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോഴും പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് നാവുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാതെ കോമാ സ്റ്റേജിൽ കിടക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാതെ വേദന തിന്നുന്നവരുണ്ട്. ക്യാൻസർ രോഗികളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്നിവിടെ വന്നിരുന്നപ്പോൾ ഇവിടെ വരുവാൻ സാധിക്കാതെ പോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ? ബോധമില്ലാതെ ആശുപത്രി കിടക്കളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? പരുമലയിലേക്ക് പോകുമ്പം എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയ്ക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ വാതായനങ്ങൾ കുറച്ചുകൂടെ വിസ്തൃതമാവണം. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. യാക്കോബും യോഹന്നാനും പറയുകയാണ്, പ്രാർത്ഥനയുടെ വാതായനങ്ങൾ വിസ്തൃതമാക്കുക. ഇടുങ്ങിയ ചിന്താഗതിയോടെ ദൈവസന്നിധിയോട് സമീപിക്കാതിരിക്കുക. ഞാനും എൻ്റെ സഹോദരങ്ങളും അല്ല, ഞാനും എൻ്റെ മാതാപിതാക്കളും അല്ല, ഞാനും എൻ്റെ മക്കളും അല്ല. പലപ്പോഴും ഈ പരുമലയിൽ തടിച്ചുകൂടുന്ന ജനങ്ങളുടെ പ്രാർത്ഥന പലതും എൻ്റെ മകൻ്റെ ജോലി, എൻ്റെ ഭർത്താവിൻ്റെ ഉദ്യോഗം, എൻ്റെ അമ്മയുടെ ചികിത്സ, എൻ്റെ അപ്പൻ്റെ ചികിത്സ, അങ്ങനെയല്ല. ഇടിച്ചു കയറുന്നവരിൽ പലരും ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ പോയവരാ. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി ദൈവസന്നിധിയോട് നിങ്ങൾ സമീപിക്കരുത്. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സ്ഥലമല്ല, അതിന് മറ്റ് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലം എന്തിനാണെന്നറിയുമോ? നമ്മുടെ കണ്ണുനീര് വീരാനും സ്വർഗത്തേക്ക് നോക്കി മാറത്തടിക്കാനുള്ള സ്ഥലമാണ്. ദൈവമേ, ഞാൻ പാപിയാകുന്ന മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തേക്ക് നോക്കി മാറത്തടിച്ചു പോയ ആ പാപിയായ മനുഷ്യനും ആ ചുങ്കക്കാരനായ മനുഷ്യനും പാപിയായ സ്ത്രീയും നീതീകരിക്കപ്പെട്ടു പോയതുപോലെ ദേവാലയത്തിന്റെ ഉൾത്തടങ്ങളിലിരുന്ന് കരയുന്നതല്ലാതെ, അവളുടെ ചുണ്ടനങ്ങുന്നതല്ല, അവളൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് ആ പള്ളിയിലച്ചൻ വന്ന് സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നീ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടുണ്ട്? അവൾ പറയുന്നു, ഇല്ലേ ജവാനനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവിനെ പകരുകയത്രേ ചെയ്തത്. പിറ്റേ വർഷം അവൾക്ക് കുഞ്ഞുണ്ടായി. കുഞ്ഞിന്റെ പേരെന്താ? ശമൂവേൽ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ടില്ലേ പ്രിയമുള്ളവരെ? അതിനല്ല, അതൊക്കെ ദൈവം നമുക്ക് തരും. അതിനേക്കാൾ അപ്പുറമായിട്ട് കരയുവാനും പശ്ചാത്തപിക്കുവാനും പാപം ഏറ്റുപറയുവാനും എൻ്റെ ജീവിതത്തിൻ്റെ കുറവിതാണെന്നും ഞാനുമായി ബന്ധമില്ലാതിരിക്കുന്ന, എന്നോട് മിണ്ടാതെ ഇരിക്കുന്ന സഹോദരൻ എനിക്കുണ്ടെങ്കിൽ, വർഷങ്ങളായി ഞാനുമായി മിണ്ടാത്ത സഹോദരി എനിക്കുണ്ടെങ്കിൽ, എൻ്റെ അമ്മയും എൻ്റെ അപ്പനെയും കണ്ണുനീര് മുഖാന്തരം ഞാൻ കരയിച്ചിട്ടുണ്ടെങ്കിൽ,
എൻ്റെ മക്കൾക്ക് ഞാനൊരു നല്ല അമ്മയായി, എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു അപ്പനായി ഇരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കരയണം. പ്രിയമുള്ളവരെ, ഏറ്റുപറയണം. കരയുവാനുള്ള സ്ഥലമാണിത്, ഏറ്റുപറച്ചിലിൻ്റെ സ്ഥലമാണിത്. പ്രാർത്ഥനയുടെ വാതായനങ്ങൾ വിസ്തൃതമാകട്ടെ. യാക്കോബും യോഹന്നാനോടും കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിന്റെ മഹത്വത്തിൽ ഞാനും എൻ്റെ സഹോദരനും ഇടത്തും വലത്തും. അങ്ങനെയല്ല, അവർ നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നു. എല്ലാ കാര്യത്തിനും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ. ഈ കാര്യത്തിനും അങ്ങനെ ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ സെബദി മക്കൾ രണ്ടുപേരും ഇത് പോയി ചോദിച്ചെന്ന് മറ്റ് ശിഷ്യന്മാർ അറിഞ്ഞു. താഴോട്ടുള്ള ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യം മാത്രം ഇവിടെ ഉണ്ടായി. 12 പേര് ഒരുമിച്ച് ചെന്നു, 2 പേര് മാത്രം വരം ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നു. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ്. എന്താണെന്നറിയാമോ? ശേഷമുള്ള 10 പേർക്ക് ഇവരോട് നീരസമുണ്ടായി. ശേഷമുള്ള 10 പേർക്ക് ഇവരോട് നീരസമുണ്ടായി. ശിഷ്യത്വത്തിന്റെ ഐക്യമത്യത്തിന് വിള്ളലുണ്ടായി. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാനും എനിക്കുള്ളതെന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ സാഹോദര്യ ബന്ധത്തിന്റെ ഐക്യമത്യത്തിന് വിള്ളലുണ്ടാവും. എൻ്റെ രക്ഷ, എൻ്റെ ഉയർച്ച, ഞാൻ, എൻ്റെ കുടുംബം എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള സഹോദരങ്ങളെ നാം കാണാതെ പോകും. പ്രിയമുള്ളവരെ, അതിനേക്കാൾ അപ്പുറമായി എല്ലാവരുടെയും രക്ഷ, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ മറ്റുള്ളവരും അതുപോലെ അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥനയുടെ വാതായനങ്ങൾ വിസ്തൃതമാകട്ടെ. മറ്റൊരു സന്ദർഭം കൂടി നാം ചിന്തിച്ച് ഈ തിരുവചന ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഈ ചോദ്യം അപ്പോൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. രാത്രിയിൽ സ്വപ്നത്തിൽ ശലോമോനോട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ അറിയാം. അതിമനോഹരമായി യെരൂശലേം എന്ന രാജ്യം ഒരു സാമ്രാജ്യമായിട്ട് വളർന്നു വന്നു. അയൽ രാജ്യങ്ങളായ കനാന്യർ, ഹിത്യർ, യെബൂസ്യർ, പെരീസ്യർ, സിവ്യർ പോലുള്ള എല്ലാവരെയും നിഗ്രഹിച്ച് ആ രാജാവ് ഒരു മഹാരാജാവായി യെരൂശലേമിന്റെ കോട്ടകൾ വലുതാക്കി, ഒരു വലിയ കൊട്ടാരമുണ്ടാക്കി, അതിസമ്പന്നനായ രാജാവായി ആ രാജാവ് ആ രാജ്യത്ത് വാഴുകയാണ്. എല്ലാം ഉണ്ടായിട്ടും ആ രാജാവിന് ഒരു കാര്യം മാത്രമില്ലായിരുന്നു. എന്താ? ഉറക്കമില്ലായിരുന്നു. എല്ലാവരെയും വിളിച്ച് കാരണം അന്വേഷിച്ചു. ഒടുവിൽ പ്രവാചകൻ കാരണം പറഞ്ഞു. നിന്നെ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വനാന്തരങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത് ഈ മഹാസാമ്രാജ്യത്തിന് രാജാവാക്കി മാറ്റിയ സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നീ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അന്യനാട്ടിൽ ഒരു പുറജാതിക്കാരന്റെ വീട്ടിലിരിക്കുക. മനുഷ്യന് ഉറങ്ങാൻ പറ്റിയില്ല. ആർക്കാ? ദാവീദിന്. അത് കൊണ്ടുവന്ന് ഒരാലയം സ്ഥാപിച്ച് അവിടെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും യഹോവ പറഞ്ഞു, നീ ഇത് ചെയ്യണ്ട. പലപ്പോഴും ദൈവത്തിന് ആലയങ്ങൾ പണിയുവാനുള്ള നിയോഗങ്ങൾ എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ. നിന്റെ മകൻ നിനക്ക് പകരം ഇത് ചെയ്യും. വളരെ സമൃദ്ധനായ മിടുമിടുക്കനായ ദാവീദിന്റെ മകൻ ശലോമോൻ അതിമനോഹരമായി യഹോവയ്ക്ക് ആലയം പണിയുക. യഹോവ അവനിൽ പ്രീതനായി. യഹോവ പറഞ്ഞതനുസരിച്ച് അതേ നീളത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ മനോഹാരിത വർണ്ണിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. കാരണം
നമ്മുടെ കർത്താവിൻ്റെ കാലഘട്ടത്തിലെ യെരൂശലേം ദേവാലയം കണ്ടിട്ട് ഒരു ആരാധന കഴിഞ്ഞ സമയം പരീശന്മാരെല്ലാവരും നിന്നിട്ട് പറയുക, ഇത്ര മനോഹരമായ ദേവാലയം, ഇതിൻ്റെ ആ വാതിൽ, നാട്ടുവാതിൽ കണ്ടോ, കിളിവാതിൽ കണ്ടോ? ഇത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടുകയും അവരുടെ ഇടയിലേക്ക് നമ്മുടെ കർത്താവ് വന്നിട്ട് പറയുക, ഇത് മൊത്തം ഇടിഞ്ഞുപോയി, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും. ഇവർ കണ്ട് ആശ്ചര്യപ്പെട്ട ദേവാലയം ശലോമോൻ പണിഞ്ഞതുപോലെയല്ല. ശലോമോന്റെ കാലത്തിന് ശേഷം പുറജാതിക്കാരനായ രാജാവ് വന്ന്, ബാബേൽ രാജാവ് വന്ന് യഹൂദന്മാരുടെ അതിമനോഹരമായ യെരൂശലേം ദേവാലയം പൊളിച്ചു കളഞ്ഞ് യഹൂദന്മാരെയൊക്കെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ആ ബാബേൽ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നവർ അവരുടെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്നൊക്കെ വിറ്റ് പറക്കി ആ ദേവാലയം ഒന്ന് അവരെ കൊണ്ടാവുന്ന രീതിയിൽ പുനർനിർമ്മിച്ച് വീണ്ടും ആരാധന തുടങ്ങി. വീണ്ടും അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് വീണ്ടും യെരൂശലേം ദേവാലയം പിടിച്ചടക്കി അയാളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അത് നശിപ്പിച്ചു. യഹൂദന്മാരുടെ ഏറ്റവും വിശുദ്ധ സ്ഥലമാകുന്ന ബലിപീഠത്തിൽ യഹൂദന്മാർക്ക് ഏറ്റവും അറപ്പുള്ള പന്നിയെ ബലി കഴിച്ച് യഹൂദന്മാരുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കി കളഞ്ഞു. അതിനുശേഷമാണ് ജൂദാ മക്കാവ്യരുടെ പോരാട്ടം യെരൂശലേം ദേവാലയം പിടിച്ചടക്കുകയും ക്രിസ്തുവിന്റെ കാലത്തിൽ വീണ്ടും അത് നവീകരിക്കപ്പെടുകയും ചെയ്ത അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവർ നവീകരിച്ചു. ആ ദേവാലയം കണ്ടിട്ടാണ് ഇവർ അത്രമേൽ അത്ഭുതപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ശലോമോൻ സ്ഥാപിച്ച യഥാർത്ഥ ദേവാലയം, ആദ്യത്തെ ദേവാലയം എത്ര മനോഹരമായിരിക്കും. കാരണം ആ ദേവാലയത്തിന്റെ പ്ലാൻ വരച്ച ആരാന്നറിയാമോ? ആ ദേവാലയത്തിന്റെ പ്ലാൻ ആരായിരുന്നു? കൺസ്ട്രക്ഷനോ അല്ല, സാക്ഷാൽ യഹോവയാണ്. ഇത്ര നീളം, ഇത്ര വീതി, പരിശുദ്ധാത്മ സാന്നിധ്യമുള്ള ബെസലേലും ഒഹോലയാബും ചേർന്ന് അതിമനോഹരമായി ആ ദേവാലയം പൂർത്തീകരിക്കുക. അങ്ങനെയൊക്കെ വരം ലഭിച്ച ശലോമോൻ ഗിബെയോനിൽ യാഗമർപ്പിച്ച് കിടന്നുറങ്ങിയ അവന് രാത്രിയിൽ വന്ന് പറയുകയാണ്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. ശലോമോന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തോ പറയും? ആ മനുഷ്യൻ അന്നൊരു പ്രത്യേകതയുണ്ട്. ആ നാട് മുഴുവൻ പ്രകീർത്തിക്കുന്ന രാജാവ്, ഇത്രമേൽ ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെന്ന് ആളുകൾ തന്നെ അംഗീകരിച്ച രാജാവ്, ഇഷ്ടം പോലെ സ്വത്ത്, ഒന്ന് യുദ്ധം ചെയ്യാന്ന് വിചാരിച്ച അടുത്തുള്ളവരെല്ലാം പിതാവ് നിഗ്രഹിച്ചിട്ടുണ്ട്. വളരെ വലിയ സാമ്രാജ്യം, മക്കള്, ഭാര്യമാര് എല്ലാം ഉണ്ട്. എന്തോ ചോദിക്കും? മക്കളെ ചോദിക്കാൻ പറ്റത്തില്ല, ഉണ്ട്. ഭാര്യമാരുണ്ട്, സ്വത്തുണ്ട്, രാജ്യത്വമുണ്ട്, ഒരു സാമ്രാജ്യം മുഴുവൻ നിന്ന് വണങ്ങിയ എല്ലാം ഉണ്ട്. ഭൗതികമായിട്ട് അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠനും ഭാഗ്യവാനും എല്ലാം ഉള്ളവനായിരുന്നു ശലോമോൻ. ശലോമോനോട് പോയി ചോദിക്കുക, നിനക്കെന്തോ ഇനി വേണോ? നമ്മളൊക്കെയാന്ന് എന്താ പറഞ്ഞേനെ? ആ കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാം ഉണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പക്ഷെ ശലോമോൻ സ്വപ്നത്തിൽ അർദ്ധബോധാവസ്ഥയിൽ പറയുകയാണ്, താഴോട്ട് എഴുതിയിട്ടുണ്ട്, ജ്ഞാനവും വിവേകവും ഉള്ള ഒരാത്മാവിനെ എനിക്ക് നീ തരണം. വായിച്ചു 9-ാമത്തെ വാക്യം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് നീ തരണം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണമേ. ശലോമോൻ ചോദിച്ച വരം നമ്മൾ നേരത്തെ കേട്ട വരത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ എല്ലാം ഉള്ളവനായിരുന്നു ശലോമോൻ. പക്ഷേ അവൻ്റെ അർദ്ധബോധാവസ്ഥയിലും അവൻ എന്തില്ലെന്നുള്ള ബോധ്യം ശലോമോൻ ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്കില്ലാത്ത അതാ, നമ്മുടെ കുറവ് എന്താണെന്നുള്ള ബോധ്യം നമുക്കില്ല. ഈ ഭൂമിയിലെല്ലാം ഉള്ളവൻ അവനൊരു കുറവുണ്ടെന്നുള്ള ബോധ്യം അവനുണ്ടായി. ഒരു മനുഷ്യൻ, സുന്ദരൻ, കോമളൻ, എല്ലാം ചെയ്യുന്ന ഒരുവൻ, എല്ലാം നന്മ പ്രവൃത്തി ചെയ്യുന്ന ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, സ്വർഗരാജ്യം കിട്ടാൻ ഞാൻ എന്തോ ചെയ്യണം?
ഞാൻ എല്ലാം പാസ്സായിട്ട് വന്നേക്കുക. ഇങ്ങനെ വന്നിക്കുക. യേശു പറഞ്ഞു സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യേശു അവനോട് പറഞ്ഞു. അവൻ അഭിമാനത്തോടെ ഇതൊക്കെ പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാ കർത്താവേ, ഇതൊക്കെ ഞാൻ എൻ്റെ ബാല്യം തൊട്ടേ ചെയ്യുന്നതാ. അപ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, യേശു അവനെ നോക്കി. യേശു അവനെ നോക്കി. അതിനു മുമ്പ് യേശു നോക്കി എന്നവിടെ പറഞ്ഞിട്ടില്ല. യേശു അവനെ നോക്കി. ഉടനെ പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ വരുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. യേശു എന്നെ നോക്കി, ഒരു കുറവ് എനിക്കുണ്ട് എന്ന് പറയും. പ്രിയമുള്ളവരെ, ശലോമോൻ അവന്റെ കുറവിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുള്ളവനാണ്. ഉറക്കത്തിൽ പോലും ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനം ഉള്ള വിവേകം, എന്താണ് നല്ലത് എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം എനിക്ക് തരണമേ. ശലോമോന് അതിസമർത്ഥമായ കഴിവും ബുദ്ധിയും ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. എന്താ ഈ ബുദ്ധിയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്ഡം? എന്താണ് ബുദ്ധിയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ബുദ്ധി ലോകം തരുന്നു, ജ്ഞാനം ദൈവം തരുന്നു. ബുദ്ധി, അറിവ് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നു, ജ്ഞാനം ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നു. 10+ വാങ്ങിച്ച് 12ാം ക്ലാസ്സിൽ 6+ വാങ്ങിച്ചു, 1200 1200 വാങ്ങിച്ചു. വളരെ ശ്രേഷ്ഠമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്തു. അവിടെയും ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിച്ചു, മാർഗം വാങ്ങിച്ചു. UK പോയി. 1 മാസം കഴിഞ്ഞപ്പം അവിടെ നിന്ന് കോള് വന്നു. അവിടെ ഒരു മുറിയിൽ 2 ദിവസമായിട്ട് അനക്കമില്ലാഞ്ഞൊന്ന് കൊട്ടിയപ്പം മരിച്ചു കിടക്കും. ആ മോന് അല്ലെങ്കിൽ ആ മോക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ട്, ബുദ്ധി കൂടുതലാണ്. പക്ഷെ എന്തോ ഇല്ല, ജ്ഞാനമില്ല. ഇന്നിൻ്റെ തലമുറകളെ ഓർത്ത് മാതാപിതാക്കൾ തലയിണകൾ രാത്രിയുടെ യാമങ്ങളിൽ നനയ്ക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവർക്ക് ബുദ്ധിയുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, അവർ വേണ്ടാത്തതും വേണ്ടതും ഒക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ജ്ഞാനമില്ല. പ്രിയമുള്ളവരെ, ആരാധന കഴിഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് കോച്ചിങ്ങിനും ട്യൂഷന്റെ മേൽ ട്യൂഷനും വിട്ടപ്പോൾ അവന് കിട്ടേണ്ടത് എവിടെയോ കിട്ടാതെ പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവൻ അറിയേണ്ടത് എവിടെയോ അറിയാതെ പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവസാനം വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. ജ്ഞാനവും ബുദ്ധിയും ഒരുമിച്ചുള്ള തലമുറകൾ നമുക്കുണ്ടാകണം. ഒരു മാതാവ് പറയുകയാണ്, വൈകുന്നേരം 5 മണിക്ക് സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് അവൻ്റെ അനിയത്തിയോടും സന്തോഷത്തോടെ ചിരിച്ച് ഞങ്ങൾക്ക് ഉമ്മ തന്ന് ഇറങ്ങിപ്പോകുന്ന മകൻ രാത്രിയിൽ 12 മണിക്ക് കയറി വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ടാകുന്ന അച്ഛാ, വാതിൽ തുറക്കാൻ പേടിയാകുന്നു അച്ഛാ. അവൻ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല തിരിച്ചു വരുന്നത്. അവൻ്റെ തിരിച്ചുവരവ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന അച്ഛാ. എന്താണ് അവൻ്റെ പോക്കിലും വരവിനുമുള്ള വ്യത്യാസം? എന്താണ് നമ്മുടെ മക്കൾ പോയതുപോലെ തിരിച്ചു വരാത്തത്? ബുദ്ധിയുണ്ട്, ബുദ്ധിക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ബോൺവിറ്റ കൊടുക്കുന്നുണ്ട്, കോംപ്ലാൻ കൊടുക്കുന്നുണ്ട്, അവിടെ തൊട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. 1 മുട്ടയ്ക്ക് 4 മുട്ട കൊടുക്കുന്നുണ്ട്, പാല് കാച്ചി കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ബുദ്ധി വരാനുള്ള എന്തെല്ലാം ലോകത്തുണ്ടോ അതെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു പനി വന്നാൽ ഉറക്കം ഉളച്ച് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ജ്ഞാനം ഉണ്ടാകാൻ, എൻ്റെ കുഞ്ഞിന് സഹോദരിയെ തിരിച്ചറിയുവാൻ, മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ, സമൂഹത്തെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ടോ? അവൻ ഉയരത്തിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ,
ശലോമോൻ പറയുകയാണ്, എനിക്ക് വിവേകമുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണം. ചോദ്യം ചോദിച്ചോട്ടെ, ശലോമോൻ ജ്ഞാനിയാണോ? ശലോമോൻ ജ്ഞാനിയാണോ? ഞാൻ ചോദിക്കട്ടെ, ജ്ഞാനിയായ ഒരു മനുഷ്യന് യുക്തമായ ജീവിതത്തിന്റെ അവസാനമാണ് ശലോമോന് ലഭിച്ചത്. അവന്റെ ദുർനടപ്പ് കാരണം അവന്റെ മക്കൾ ജ്ഞാനിയായ രാജാവിന്റെ ഭോഷരായ മക്കൾ എന്നറിയപ്പെട്ടു. അവന്റെ ദുർനടപ്പ് കാരണം ഇസ്രായേൽ എന്ന വലിയ സാമ്രാജ്യം യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായി പിളർന്നുപോയി. പിന്നെ ഇന്ന് വരെയും അതൊന്നായിട്ടുമില്ല. യെരൂശലേമിലുണ്ടായിരുന്ന സമ്പൽ സമൃദ്ധിയും ഇസ്രായേലിലുണ്ടായിരുന്ന രാജ്യത്വത്തിന്റെ ആ ശ്രേഷ്ഠതയും ആ പ്രൗഢിയും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടുമില്ല. ഇനി പറ, അവൻ ജ്ഞാനിയായിരുന്നോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇച്ചിരി കുഴപ്പക്കാരൻ. പക്ഷേ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ശലോമോൻ ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ശലോമോന്റെ ഗ്രന്ഥങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ്, ശലോമോന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഗ്രന്ഥകാരൻ വായിക്കുന്ന ആൾ പറയുകയാണ്, ജ്ഞാനിയായ ശലോമോന്റെ ജ്ഞാന പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ. ഇത് കേട്ട് കസേരയിലും തറയിലും പാതി ഉറക്കത്തിലും കൂട്ടുമൊക്കെ ഇട്ടിരിക്കും നമ്മൾ പറയും, ജ്ഞാനികളുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 4000 വർഷങ്ങൾക്കടുത്തായുമ്പോഴും ഇന്നും ഭൂമിയിൽ പറയുകയാണ് ജ്ഞാനിയായ ശലോമോന്റെ ജ്ഞാനപുസ്തകം. എന്താണ് ഇന്നും ശലോമോനെ ജ്ഞാനി എന്ന് വിളിക്കുന്നത്? എല്ലാം ഉള്ളപ്പോഴും ഇല്ലാത്ത ഒരു കുറവിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ആന്തരികമായ കുറവ്, ആത്മീയമായ കുറവ്. പ്രിയമുള്ളവരെ, കാറിൽ വന്നവരാ നമ്മളെല്ലാവരും. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരിക്കുന്ന പലരും ഈ പരുമലയിൽ വന്നത് ബസ്സിലാണ്, ഞാനടക്കം. കാറുണ്ട്, വീടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്, കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. നമ്മൾ കരഞ്ഞതുപോലെ നമ്മുടെ തലമുറകൾ കരയുന്നില്ല പ്രിയമുള്ളവരെ. അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞ് ഉപവസിച്ചതിന്റെ ഫലം, അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ തലമുറകൾക്ക് അത് കിട്ടാത്തത് പോകുന്നത് ചില കണ്ണുനീരുകൾ അവർ കാണുന്നില്ല. അവരുടെ ഉച്ചിയിൽ ചില കണ്ണുനീരുകൾ വീഴുന്നില്ല. ആത്മീയതയിൽ ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുറവുകൾ കണ്ടെത്തണം. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് വരം ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നു? ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവത്തോട് അനേകം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വരം ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാ ചോദ്യവും എല്ലാ പ്രാർത്ഥനകൾക്കും അവസാനം ഒരിക്കൽ ഏകാഗിയായി ഒറ്റയ്ക്കിരുന്നിട്ട് ചോദിക്കണം. ഇത്രയും നാൾ ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഇവിടെ നിന്ന് ഒരു വട്ടം ചോദിക്കണം. എല്ലാം ചോദിച്ചിട്ട് മടുക്കുമ്പോൾ ചോദിക്കണം, കർത്താവേ നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മൾ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജോലി, വ്യവസായം, കുടുംബം, വീടെല്ലാം പറഞ്ഞു. കർത്താവ് തരികയും ചെയ്യും. പക്ഷേ എല്ലാത്തിനും ഒടുക്കം ചോദിക്കണം, ദൈവമേ നീ എന്നിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്? ആരോഗ്യമുള്ളവരായി, സൗന്ദര്യമുള്ളവരായി, മുടന്തില്ലാതെ, ബലഹീനതയില്ലാതെ, അംഗഹീനതയില്ലാതെ ഈ ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചു വെച്ച ദൈവത്തോട് ഒരിക്കൽ ചോദിക്കണം, എന്താണ് എൻ്റെ സൃഷ്ടി കൊണ്ട് നിനക്കുള്ള അർത്ഥം? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാത്തിനും ഒടുവിൽ ചോദിക്കണം. ഈ ചോദ്യത്തിൻ്റെ മലക്കം മറിച്ചിലാണ് ആധ്യാത്മികതയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ്. എല്ലാം ചോദിക്കുമ്പോൾ ഒടുക്കം ചോദിക്കണം, നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താൻ നമുക്കിടയാകണേ. അതിൽ നിന്നൊക്കെയാണല്ലോ ഈ ഈരടി ഉണ്ടായത്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം. പണ്ടുള്ളവരുടെ പ്രാർത്ഥന അതായിരുന്നു, ദൈവമേ നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ. നമ്മളുടെ ഡിമാൻഡുകൾക്കും നമ്മുടെ പ്രാർത്ഥനയുടെ വരം ചോദിക്കലിനുമൊക്കെ അവസാനം അവൻ്റെ ഹിതവും കണ്ടെത്താൻ നമുക്കിടയാകട്ടെ. അവൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധാപൂർവമുള്ള നിങ്ങളുടെ കേൾവിക്ക്
നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമേ.